സോ ഗായ്സ് AJR വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അബ്ദുൽ ഗഫൂർ വളാഞ്ചി, അഞ്ചലില്ല 10 പേന. ഇനി പിന്നെ ഇപ്പം ഞാനുള്ളത് എവിടെയാണ്? ദുബായ്. അപ്പോൾ ദുബായ് സീരീസിലെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഇന്ന് പോകുന്നത് നമ്മൾ ഇതുവരെ പെൻഡിങ് ഇട്ട് പോയ ബുർജ് ഖലീഫയിലേക്കാണ്. ഓക്കെ, ഇന്ന് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. സമയം ഇപ്പോൾ 11 മണി. അതാ ലിഫ്റ്റ് അമർത്തി 11 മണി. ഞങ്ങൾക്ക് 1 മണിക്കാണ് സ്ലോട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ ബുർജ് ഖലീഫയിലേക്ക് പോവുകയാണ്. അപ്പോൾ കൂടെ കൂടുന്നവർക്കാണ് കൂടിക്കൊടി. നമുക്ക് നേരെ ബുർജ് ഖലീഫ പോകാം. കുട്ടികൾക്ക് പോയി എല്ലാവരും വന്നോളൂ. എല്ലാവർക്കും ഫ്രീ. ഞങ്ങള് ടിക്കറ്റ് എടുത്തില്ല, ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് കാണിച്ചു തരാം ബുർജ് ഖലീഫ. നിങ്ങൾ ഇത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. 1 മില്യൺ അടിക്കുമ്പോൾ ബുർജ് ഖലീഫയ്ക്ക് ഒരു ടിക്കറ്റ് ഫ്രീ. 1 മില്യൺ ചെറിയ മൂതിയൊന്നുമല്ല. എന്തായാലും മില്യണ്ട ഒന്ന് അമർത്തിയോ? ഓക്കെ, റൈറ്റ്. നമ്മൾ ഗ്രൗണ്ടിലെത്തി. ഡോറ് തുറക്കൂ സീസേ. അബൂക്ക ഹുക്കും. എന്താണ് തുറക്കണം? അമർത്തിക്കോ. ഗ്രൗണ്ടിൽ വന്ന് നിൽക്കണത് എന്താ? കൊടുത്താളാ അനു നടക്ക്. ഇനി നടക്കാ പോണ്. നടക്കട. അനുവിനാ വിളിക്കണേ. ഇന്ന് നമ്മൾ മെട്രോ യൂസ് ചെയ്യുന്നത്. മെട്രോ കാർഡ് ഓൾമോസ്റ്റ് കഴിയാനായി. അപ്പം അത് യൂട്ടിലൈസ് ചെയ്യുക. പിന്നെ ദുബായ് മോൾക്ക് എപ്പോഴും നല്ലത് മെട്രോ തന്നെയാണ്. നേരെ അങ്ങോട്ട് കറക്റ്റുകൾ എത്തി കിട്ടും. المحطة الأخيرة لهذا القطار هي إكسبو 2020. المحطة القادمة هي المركز التجاري العالمي. The final destination of this train is Expo 2020. The next station is World Trade Center. അപ്പം ഞങ്ങൾ വീണ്ടും അതേ മെട്രോയിൽ ഇറങ്ങി. അതേ മെട്രോയിൽ നിന്ന് ദുബായ് മോൾക്ക് വീണ്ടും ആ എക്സ്പ്രസിലൂടെ വരുന്നുണ്ട്. ഓക്കെ, കുറച്ച് കഴിയുമ്പോൾ ദുബായ് മോൾക്ക് എത്തും. ദുബായ് മോളിൽ നിന്ന് അണ്ടർഗ്രൗണ്ട് വഴിയാണ് അല്ലേ, ഏറ്റവും താഴത്തെ ഇതിലൂടെ നമ്മൾ നേരെ ബുർജ് ഖലീഫ കയറും. ഓക്കെ, സോ വീഡിയോ ഇഷ്ടമായാൽ ഞങ്ങളെ കൂടെ കൂടിക്കൊള്ളി. അടുത്ത ഞങ്ങളോട് പോകണം ദുബായ് കഴിഞ്ഞിട്ട്. അടുത്ത ഞങ്ങൾ സൗദി അറേബ്യക്ക് ഉംറ ചെയ്യണം. കുറേ ട്രിപ്പായിരുന്നു. ഇനി ഒരു ഉംറ ട്രിപ്പ് പോകാനാണ്. അടുത്ത ഞങ്ങൾ സൗദി അറേബ്യക്കാണ്. ഇപ്പോഴല്ല കേട്ടോ, നെക്സ്റ്റ് ഇയർ സൗദി അറേബ്യ. നെക്സ്റ്റ് ഇയർ നേരണ്ട് പോയാലോ? പണി കറങ്ങ. മക്കളെ, ഇതാണ് ബുർജ് ഖലീഫ. ഓക്കെ, ഇതിലേക്ക് കയറാനാണ് ടിക്കറ്റ് കൊടുത്തിട്ട്. അല്ലല്ല, ഇങ്ങനെ കയറാൻ പറ്റില്ലല്ലോ. എവിടെ?
ലിഫ്റ്റിൽ പോവാം. സോ ഗൈസ് നമ്മളിതാ ദുബായ് മോളാണ് കാണാം. ആ എഴുത്ത് കാണാം, ദുബായ് മോളാണ്. ഇതാ കാണുന്നത് ബുർജ് ഖലീഫ. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് എത്തിത്തുടങ്ങി. സോ ഗൈസ് വീണ്ടും ഇതാ ഞങ്ങൾ ദുബായ് മോളിൽ. ഞങ്ങൾ ദുബായ് മോളിൽ നിന്ന് അങ്ങോട്ട് ഇടും, വീണ്ടും ദുബായ് മോളിൽ ഇടും. ഇപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യം ദുബായ് മോളിൽ ഈ പ്രാവശ്യം വേണ്ടത്. ആനിയോ ആനിയോ നിങ്ങൾ ഇവിടെ ആക്സിലേറ്ററിൽ ഇറങ്ങണം. നമ്മൾ ഓൺലൈനിൽ ടിക്കറ്റ് പർച്ചേസ് ചെയ്തതുകൊണ്ട് നമുക്ക് ക്യൂ നിൽക്കണ്ട. ആ ടിക്കറ്റ് അവിടെ സ്കാൻ ചെയ്തിട്ട് നമുക്ക് കയറി പോവാം. ആ ഓൺലൈൻ്റെ അത് കാണിക്കണം. ഇവിടെ കാണിക്കുക, അപ്പോൾ നമുക്ക് ടിക്കറ്റ് തരും. അനിയോ അനിയോ എവിടുക്കാണ് അനിയോ? ആയിരിക്കും. സ്റ്റാർട്ടിങ് 2004 2006 ഈ ഒരു ഇതിലെത്തി ലെവൽ 50. 2006 2007 ലെവൽ 100 ലെവലിലേക്ക് എത്തി. 2007 തന്നെയാണ് ലെവൽ 150. ദ ടോളസ്റ്റ് ഫ്രീ സ്റ്റാൻഡിംഗ് സ്ട്രക്ചർ. 2008 വന്നപ്പോഴേക്കും 160 എത്തി. പിന്നെ അവിടുന്ന് 3. പിന്നെ 2009 കംപ്ലീറ്റ് ഈ ലെവലിൽ കംപ്ലീറ്റ് ചെയ്തു. 2009 തന്നെയാണ് അതിന്റെ ക്ലാഡിങ് കംപ്ലീറ്റ്. ഇതൊക്കെ ഇതിന്റെ കൺസ്ട്രക്ഷൻ ടീംസുകൾ. അത് നല്ല പരിപാടിയില്ല, എല്ലാവരും കാണിച്ചിട്ടുണ്ട്. കൺസ്ട്രക്ഷൻ ടീംസാണ് കാണിക്കുന്നതൊക്കെ. ഈ കൺസ്ട്രക്ഷൻ ഉണ്ടായിരുന്ന എല്ലാം ഇവിടെ കാണിക്കുന്നുണ്ട്. ലേബേഴ്സ് ഒക്കെ അന്നങ്ങനെ ഏറ്റവും അടക്കുക. എന്താ ഇപ്പം ഞാൻ ഇന്ത്യ 120 തന്നെ ഓവറായിട്ട് നടക്കുക. അതിൻ്റെ ഇടയിൽ കൂടെ പിന്നെ 12 എത്ര 9 ഡ്രസ്സും ഇല്ലേ? 12 കിലോ ജവ്വൊന്നും വെക്കണ്ട. 12 കിലോ വെക്കണേ. കടിക്കാനല്ലേ കിട്ടി അപ്പം കടിക്കോ. കടി തുടങ്ങി ടിക്കറ്റൊക്കെ എത്ര കാശിനും എടുത്തിട്ട് മുട്ടി. എന്തായാലും ഇപ്പം ഞങ്ങൾ അരമണിക്കൂറായി ക്യൂലിട്ടോ. അതുപോലെ ഞങ്ങളുടെ ബാക്കിൻ്റെ ക്യൂ എന്ന് ഇങ്ങനെ ക്യൂ നിൽക്കുക ലിഫ്റ്റിൽ കയറാൻ. എന്നിട്ട് കയറുള്ളൂ.
കുട്ടി കരച്ചു തുടങ്ങി ക്യൂ നിന്ന് കരഞ്ഞു. Is it for everyone? ഇവിടെ നിന്നോ തുറക്കുമ്പോ തന്നെ നമുക്ക് കണ്ടത് ഇങ്ങനെ ഇത്ര ചേർന്ന് നിൽക്കണ്ട. ഓ നന്നാ ഞാൻ എടുത്തോ. തേങ്ങ എടുക്കട്ടോ. ചെവിയട ഉണ്ടാവും ഇവിടെയാണ് വീട് കിട്ടുക. എന്തത് കടലോ ഈ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ സ്റ്റിക്ക് വെച്ചിട്ട് ഫാമിലി വീണ്ടും ഫാമിലി ഫോട്ടോ ഇപ്പം എന്താ നമുക്ക് മക്കളെ ഞങ്ങളിപ്പോൾ 25ാമത്തെ നിലയിലാണ്. 100 വാങ്ങിച്ചതാണ്. ഇത്തിരി ടോപ്പിൽ ഈ ഒരു ആംഗിളിലാണ് ഞങ്ങളുള്ളത്. കണ്ടില്ലേ ദുബായിൻ്റെ മൊത്തം കാഴ്ച. ഇവിടുന്ന് ദുബായിൽ അബുദാബി ഷാർജൊക്കെ കാണാം. മൊത്തം കാണാം. അതൊരു കാഴ്ച നല്ല രസമുള്ള ഇപ്പം കണ്ട ആ ടവറൊക്കെ പോകണുണ്ട്. ആളൊക്കെ ആ ഇമാനത്താളെ ഫെൻസൈ കൂടുണ്ട് ഇവിടുന്ന്. ഭയങ്കര സീനുണ്ട്. സംഭവം ഏറ്റവും മുകളിൽ ഇപ്പം ഞങ്ങളാണ്. അതിൻ്റെ മുകളിൽ സ്വിമ്മിംഗ് പൂളുണ്ട്. അത്രയും ടോപ്പിൽ അതാ ആ പാലത്തിൻ്റെ അവിടെ കണ്ട സ്വിമ്മിംഗ് പൂളുണ്ടില്ലേ ഏറ്റവും ടോപ്പിൽ നിൽക്കില്ലേ ദുബായ് ഫ്രെയിമാണ്. അതാ ദുബായ് ഫ്രെയിമൊക്കെ എത്ര ചേർത്താ നോക്കാം. ദുബായ് ഫ്രെയിമൊക്കെ കാണണേ. ദുബായ് ഫ്രെയിമിന്റെ ഒക്കെ വലിപ്പം നോക്കി. എവിടെ ദുബായ് ഫ്രെയിം? അടി ആ കാണും. ഇവിടുന്ന് നേരെ നോക്കി ആ കാണാൻ ദുബായ് ഫ്രെയിമാണ്. കണ്ടില്ലേ? ആ മ്യൂസിയം ഇവിടുന്ന് കാണാം. മ്യൂസിയം എവിടെ? മ്യൂസിയം എവിടെ? ാണ് നമ്മള് 125ാമത്തെ നില കേട്ടോ. ഞാൻ അടിയിലേക്ക് നോക്കിക്കോളൂ. ഇതാ ഞാൻ അതിൻ്റെ മുകളിലുണ്ട്. അടിയിലാ കാണുന്നതൊക്കെ ചെറിയ ചെറിയതായിട്ട് കാണുന്നില്ലേ അതൊക്കെയാണ് റോഡുകൾ. ഒക്കെ റോഡൊക്കെ ചെറുതായില്ല രചന. ഓക്കെ ആ അവലൊക്കെ ഇവിടെ കണ്ടോളാം. കുട്ടിയോടറി അതാ ഒരാളിരിക്കണുണ്ടോ? ഒരു കുഞ്ഞാപ്പി ഇരിക്കണോ? കുഞ്ഞാപ്പി ബുർജ് ഖലീഫന്റെ മുകളിൽ ഇരിക്കണം കേട്ടോ. എന്താ കുഞ്ഞാപ്പി പട കുട്ടിയോടെ ഇങ്ങോട്ട് നോക്കടാ. ഇങ്ങോട്ട് നോക്കടാ. ക്യാമറക്ക് നോക്കടാ. ഇതോടൊക്കെ 10 സൂമിലിട്ടിട്ടാണ് എടുക്കണത്. 20 ട്ടാ. സനോ 20 സൂം 20ലാണ് ഇപ്പോൾ എടുക്കുന്നത്. എവിടെ പൂള്? അതാണ് പൂള. ഇങ്ങോട്ട് നോക്കടാ. സൂം 20 ഇതാണ് മക്കളെ സാംസങ് അൾട്രാ 20യുടെ ക്വാളിറ്റി.
ആ റോഡുകളൊക്കെ ഉണ്ടോ? ആ റോഡൊക്കെ അവിടെ കാണുന്നു, അത് അവിടെ കാണുന്നു. നമ്മൾ നേരത്തെ കാറില്ല ഇടുക്കി ഇതിലെത്ര തൂങ്ങി വരെ പോകും. വാ അനു, അനു വാ, അനു വായോ വായോ വായോ, ഓനെ വിളിച്ചു, ഓനെ വിളിച്ചു. വായോ വായോ റയന വായോ. ഞങ്ങൾ സ്കൈൻ്റെ മുകളിലാണ് കേട്ടോ. ഓക്കെ, മുത്തുമോള് രാംഷാദ്. ആ പൊട്ടി 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 അതാ അതെ അത് രവി നിൽക്കുന്നത് പൊട്ടി. രാംഷാദ് കൊടുത്ത് ഇപ്പോൾ പൊട്ടും. ആ ആ ഗ്ലാസ് പൊട്ടാതെ നോക്കണേ, പൊട്ടാതെ നോക്കണേ. ഇറങ്ങിക്കൂടി പൊട്ടുണ്ട് വേറെ ഇറങ്ങിക്കൂടി. ഇതിൻ്റെ മുകളിലുള്ള കച്ചവടങ്ങളാണ് കേട്ടോ. ബുർജ് ഖലീഫിൻ്റെ 24ാമത്തെ 25ാമത്തെ നിലയിലുള്ള കച്ചവടക്കാരാണ് ഇതൊക്കെ. ഇനി ഈ ആംഗിൾ കണ്ട, നല്ല ആംഗിള്. ആന് എന്താ പറ്റി കാണുന്നത്? എന്താ ചി കാണുന്നത്? ബുർജ് ഖലീഫ ഇതാണ് നമ്മളന്ന് നടന്നു പോയിരുന്നില്ലേ? ആ ഏതുമേ? അതെ അതെ. നമ്മളന്ന് ഫസ്റ്റ് ദുബായ് മോൾക്ക് വന്നിട്ട് നമ്മൾ ബുർജ് ഖലീഫ കണ്ടപ്പോൾ ഈ ലൗച്ചിനത്തിൻ്റെ അവിടെയൊക്കെ നമ്മൾ ഫോട്ടോ എടുത്തിരുന്നത് അല്ല. ഓക്കെ, പിന്നെ ഈ കാണുന്നത് ഐ ലവ് ദുബായ് എന്നുള്ള ആ ഒരു എഴുത്താണത്. അപ്പോൾ ഇവിടുന്ന് കാണുമ്പോൾ ബാക്ക് സൈഡാണ്. എന്നിട്ട് ഈ റോട്ടിൽ കൂടി നമ്മൾ നടന്ന് വന്നിട്ടാണ് ഇവിടെ വന്നിട്ട് ഈ പാലത്തിൻ്റെ മുകളിൽ നിന്നപ്പോഴൊക്കെ നമ്മൾ ഇത് കണ്ടിരുന്നത്. ആ ചാടിയത് ഇവിടെ ഈ ഐ ലവിൻ്റെ ഈ ഇതിൻ്റെ ഇവിടെ ചാടിയത്. ഓക്കെ, പിന്നെ ഇങ്ങനെ വന്ന് ഇവിടെ വന്നിട്ട് നമുക്ക് ആ ഷോ ഇവിടെയാണ് നമ്മൾ ആ വെള്ളത്തിൻ്റെ ഷോ ഉള്ളത്. ഈ ഒരു ഏരിയയിൽ ഒന്ന് രാത്രി കണ്ടത്. ഈ പാലത്തിൻ്റെ മുകളിലൊക്കെയാണ് ഇവിടെ നമ്മൾ നിന്നിരുന്നത്. കണ്ടാ, ഈ ഇതിൻ്റെ സൈഡിലാണ് നമ്മൾ നിന്നിരുന്നത്. റംസാന് കാണാണ്ടാ? അതാ ഈ പാലത്തിന് കൂടി കയറി ഇവിടെ നിന്നു. എന്നിട്ട് ഇതിൽ കൂടെ ഇറങ്ങിയിട്ട് ഇതിൽ കൂടെ നടന്നിട്ട് പിന്നെ ഇങ്ങനെ ഈ അരുവിൽ കൂടെ ഒക്കെ നമ്മളോട് പോയി. കുട്ടി നിൽക്കണുണ്ടോ മിഠായി എമ്പിച്ച്? വാ അവിടെ വാ. നല്ല ബുർജ് ഖലീഫിൻ്റെ കുറേ ബിംബങ്ങൾ ചെറുതും വലുതുമായിട്ട്. മേരി നമുക്ക് അങ്ങോട്ട് പോവാം. മുത്തുമോളാ, സനുവോ, റംഷാദേ, ഇവിടെ ക്യൂ നിൽക്കണം. എവാൻസിക്ക് ഏതൊക്കെ ഫ്ലോർ അപ്പോൾ മേടിക്കേണ്ടത് കണക്കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഏതൊക്കെ മേടിക്കേണ്ടത്? ബുർജ് ഖലീഫ മൊത്തത്തിൽ മേടിച്ചാലോ? സ്റ്റെപ്പ് ഇറങ്ങണം, എസ്കലേറ്റർ ഒന്നുമില്ല. ഇരുപത്തിനാല് 125 124 നമ്മൾ ബൈ സ്റ്റെപ്പ് ഇറങ്ങി. ഇനി 125 തന്നെ കയറിയിട്ട് 125 നേടാടിക്ക് പറ്റൂല തോന്നുന്നു.
എലിവേറ്റർ ടു ഗ്രൗണ്ട് ഫ്ലോർ ഇവിടെ ഉണ്ട്. അവിടെ ബട്ടർഫ്ലൈ ഇഷ്ടം പോലെ ഇവിടെ ബട്ടർഫ്ലൈ ഇവിടെ പോരാ പ്രയാണത ബാക്കില് തള്ളൊന്നും വേണ്ട നടക്ക്. തള്ളിട്ട് പോണത് കുടുങ്ങും. റയാൻ ഇവിടുത്തെ ഭക്ഷണം കഴിക്കുന്നത് കേക്ക്. അപ്പോൾ അതങ്ങനെ നമ്മൾ ഇവിടുത്തെ മേലത്തെ കലാപരിപാടിയൊക്കെ കഴിഞ്ഞു. താഴത്തേക്ക് പോവാണ്. എന്റെ പ്രേക്ഷകർ ഫുള്ള് കാണണം. ഞാൻ കണ്ടാലും കണ്ടിരിക്കുന്നു. പോട്ടെ 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 പോട്ടെ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മൾ തൃപ്തിയായിട്ടുണ്ടെങ്കിൽ അത് പിന്നെ 24 പോ. ഇനി നമ്മൾ നേരത്തെ ആദ്യ ഞങ്ങള് ബുർജുകളിൽ പോയി കണ്ടു. താജിൽ നടന്നിറങ്ങി. താജ് ഞങ്ങൾ പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ ഭയങ്കര ക്യൂ, മുട്ട ക്യൂ. അപ്പോൾ ഞങ്ങൾ വീണ്ടും സ്റ്റെപ്പ് കയറി മുകളിൽ തന്നെ പോയിട്ട് 125 ഞങ്ങൾ വീണ്ടും ലിഫ്റ്റിന് താജിൽ പോകാൻ നിൽക്കുക. ഇതാണ് മെച്ചം. അങ്ങനെ നമ്മൾ പുറത്തിറങ്ങി. You are so cute എന്ന് ഇപ്പൊ വായിക്കാണ്. You are so അങ്ങനെ KFC സാധനം ഓർഡർ ചെയ്തു. സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട്. വെയിറ്റിങ്ങിന് വേണ്ടി നിൽക്കുകയാണ്. അളിയവാ അല്ല കാക്കവാ. ഒരു ടിഷ്യൂ പേപ്പറൊക്കെ കൊടുത്തില്ല. പപ്പേ ഞങ്ങൾക്കുണ്ട പപ്പേ. സന്തോഷം ഇങ്ങോട്ടൊക്കെ സന്തോഷം എടുക്കാൻ പറ്റും. ഇങ്ങോട്ടൊക്കെ സന്തോഷം. അവരാ ടേബിൾ വേണമെങ്കിൽ എടുത്തോ എന്ന് പറഞ്ഞു. അത് എടുക്കാൻ പറ്റുന്നില്ല. പച്ച KFC കൈ കഴിച്ച പോയിട്ട് കയ്യ കണ്ടാ മതി. പോയിക്ക കയ്യ ചിരിയെങ്കിലും വന്നാ
അമ്മയുടെ കൂടെ പോയിക്കോ. അമ്മ വെച്ചാൽ അനു അനു ഇപ്പോൾ ചീരക്കട അമ്മയുടെ കൂടെ പോയിട്ട് അനൂസേ തുടച്ചാൽ മതി. അനു മതിയേട്ടാ. കലാശക്കോട്ട കഴിഞ്ഞു. യാ ലെവൽ 2 ലിഫ്റ്റ് ഉണ്ടെങ്കിൽ അതൊക്കെ നല്ലതാട്ടോ. ആ ലിഫ്റ്റ് ഉണ്ട്. ആ ലിഫ്റ്റില് ലെവൽ 2. നടത്തം കുറക്കുക. എടാ ഒന്ന് മുട്ടിക്കോട്ടെ, എനിക്ക് നഷ്ടമൊന്നും ഇല്ലല്ലോ. ബാക്ക് പോയിട്ടുണ്ടെങ്കിൽ ഒരു പെണ്ണിനെ മുട്ടാൻ നോക്കുമ്പോൾ പിടിച്ചാൽ നിൽക്കുക. ഞാൻ മുട്ടിക്കോട്ടെ, എനിക്കെന്താ? Thank you for visiting.